നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഐബി ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കാരണക്കാരനായ സുഗാന്തിനെ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും പോലീസിന് പിടികൂടാൻ സാധിക്കാത്തത് മോശവും മ്ലേച്ഛവുമാണെന്ന അഭിപ്രായത്തോട് ശക്തമായി പ്രതികരണവുമായി എത്തുകയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം. എന്തുകൊണ്ട് പോലീസിന് ഒരു തുമ്പം ലഭിക്കുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് അവർ ആവർത്തിച്ച് ചോദിക്കുന്നത്. സുഗാന്തിനെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരുക്കി കൊടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് സുഗാന്തിനെ പിടിക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. പെൺകുട്ടിയും തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് അവൻ വരുമ്പോൾ സ്നേഹിച്ചു പോയതാണോ പെൺകുട്ടി ചെയ്ത തെറ്റ് എന്ന ചോദ്യവും ഉയരുകയാണ്. പെൺകുട്ടിയെ ഇത്രയും മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ ചൂഷണം ചെയ്തിട്ട് അയാൾ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നത് നാളെ മറ്റൊരു പെൺകുട്ടിയും സമാനമായ രീതിയിൽ ഇല്ലാതാക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അനങ്ങുകയുള്ളൂ എന്ന ചോദ്യവും ഉയരുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച ഐബിയിലെ വനിതാ ഓഫീസറെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സുഗാന്ത് സുരേഷിനെ തേടി പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ട് ദിവസങ്ങളായിട്ടും ഇതുവരെയും ഇയാൾ പിടിയിലായിട്ടില്ല. സുഗാന്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സുഗാന്തും കുടുംബവും ഒരുമിച്ചല്ല ഒളിവിൽ പോയിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. കേരളത്തിന് പുറത്തേക്കും ഇയാൾക്കായുള്ള തിരച്ചിൽ വ്യാപിച്ചിരിക്കുകയാണ്. സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം, ആത്മഹത്യ പ്രേരണ എന്നീ വകുപ്പുകൾ നേരത്തെ ചുമത്തിയിരുന്നു. യുവതിയുടെ ബാഗിൽ നിന്ന് ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളും വ്യാജ വിവാഹക്ഷണക്കത്തും കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് സുഗാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. അതേസമയം സുഗാന്തിന്റെ പുതിയ പെൺസുഹൃത്തും ഐബിയിലെ തന്നെ ഒരു വനിതാ ഓഫീസറാണ് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതായിട്ടാണ് വ്യക്തമാകുന്നത്. രാജസ്ഥാനിലെ പരിശീലന കാലയളവിൽ വെച്ച് പരിചയപ്പെട്ട സുഗാന്ത് യുവതിയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് യുവതിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഓഫീസറായ സുഗാന്ത് അവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് യുവതിക്കൊപ്പം താമസിക്കുകയായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ സിവിൽ സർവീസ് പരീക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. ഇതിനിടെയാണ് ഗർഭം അലസിപ്പിച്ചെന്ന വിവരവും പുറത്തുവന്നത്. എന്നാൽ യുവതിയെ വഞ്ചിച്ച സുഗാന്ത് നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വനിതാ ഐബി ഓഫീസറുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചുവെന്ന അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സുഗാന്തിന്റെ സഹപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട്. ഐബി ഈ ഉന്നതതല അന്വേഷണത്തിന് പ്രഖ്യാപനം നടത്തിയിട്ടുമുണ്ട്. അടുത്ത ദിവസം ഹൈക്കോടതി സുഗാന്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും. അതായത് ഇന്നാണ് ജാമ്യ ഹർജി പരിഗണിക്കുക എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ പോലീസിനോട് കോടതിയെ അറിയിക്കും, അല്ലെങ്കിൽ കോടതി ചോദിക്കും. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതിനും പണം തട്ടിയെടുത്തതിനും സുഗാന്തിനെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യ പ്രേരണ, വഞ്ചന കുറ്റങ്ങൾ നേരത്തെ ചുമത്തിയിരുന്നു. സുഗാന്ത് കേരളം വിട്ടുവെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ ഇറക്കിയ സാഹചര്യത്തിൽ രാജ്യം വിട്ടുപോകാൻ ഒരു സാധ്യതയുമില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം ഐബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണം നേരിടുന്ന സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിന്റെ വീട്ടിലുള്ളത് പട്ടിണിയിലായ വളർത്തുമൃഗങ്ങൾ മാത്രമാണ്. ആത്മഹത്യാ വാർത്ത പുറത്തുവന്ന ശേഷം സുഗാന്തും മാതാപിതാക്കളും എവിടെയാണെന്ന് വ്യക്തമല്ല. എടപ്പാളിന് സമീപം ശുംഖപുരത്തെ പെട്രോൾ പമ്പിന്റെ അടുത്ത് സുരേഷിന്റെ വീട് ഉള്ളത്. നിലവിലേതായാലും ഇയാളെ കണ്ടെത്തേണ്ട ആവശ്യം ആവർത്തിച്ച് ഉന്നയിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം. ഓരോ ദിവസവും കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും കൂടുതൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പറ്റി എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചോന്ന് നമുക്ക് അറിയില്ല. ഇതുപോലൊരു ക്ഷണക്കത്ത് ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞു. ആ ബാഗിൽ നിന്ന് കുട്ടിയുടെ ബാഗിൽ നിന്നാണ് കണ്ടെത്തിയത്. കൃത്രിമമായ കല്യാണം കഴിയാതെ ഉണ്ടാക്കുന്നതെല്ലാം കൃത്രിമമാണല്ലോ. അതിപ്പോ അത് കൃത്രിമമായിട്ടുണ്ട്. ഇതിനുവേണ്ടി എന്തൊരു പർപ്പസാന്ന് ഇപ്പൊ നമുക്കറിയില്ല. അതിനുവേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. നോയിഡയിൽ പഠിക്കാൻ പോയി അവിടെ നിന്ന് ഡിഗ്രി പൂർത്തീകരിച്ചതിന് ശേഷം IAS ചേരണമെന്ന ആഗ്രഹം തലയ്ക്ക് പിടിച്ചപ്പോഴാണ് ഐബിയിലെ ഈ പരീക്ഷ എഴുതിയത്. ഐബിയിലെ പരീക്ഷ ഉന്നതമായി വിജയിച്ചതിനാൽ തന്നെ ആദ്യ പോസ്റ്റിംഗ് തിരുവനന്തപുരത്തും ലഭിച്ചു. പിന്നാലെയാണ് ഈ തിരുവനന്തപുരത്ത് ലഭിക്കുന്നതിന് മുന്നേയാണ് ഇവിടെ പരിശീലനത്തിനായി പോയത്. പരിശീലനത്തിൽ പോകുന്ന കാലയളവിലാണ് ഇയാളുമായി പരിചയപ്പെടുകയും ഒക്കെ ചെയ്തത്. എന്നാൽ പരിചയപ്പെട്ടതിന് പിന്നാലെ തന്നെ അച്ഛൻ പോലും അറിയാതെ നിരന്തരം തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇയാൾ വരികയും ഇയാളുടെ വീട്ടിലേക്ക് ഈ പെൺകുട്ടി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നോയിഡയിലും ഒക്കെ പഠിച്ച വളരെ മികച്ച വിദ്യാഭ്യാസം പൂർത്തീകരിച്ച മികച്ച രീതിയിൽ തന്നെ ജോലിയും ഒക്കെ എടുത്ത് വന്ന ആ പെൺകുട്ടിയെ നശിച്ച നാരായണക്കല്ലെടുപ്പിച്ചത് അയാൾ തന്നെ എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇനി പെൺകുട്ടിക്കും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി വിവാഹം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അതിനുവേണ്ടി വെച്ചിരിക്കുന്ന മുഴുവൻ തുകയും എടുത്തായാലും ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുമെന്ന് ആവർത്തിക്കുകയാണ് അച്ഛൻ. ഇന്ന് കോടതിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോൾ അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്
വക്കീലിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പേട്ട CA കാണുക. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനിയും ബാക്കി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്കൗട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മരണകാരണം അദ്ദേഹത്തിൻ്റെ പ്രേരണ, അതായത് ഈ സുഗാന്ത് സുരേഷിൻ്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. അംഗീകരിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ എന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പലയിടത്ത് സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു. അല്ല, വേറെ കുറച്ച് തെളിവുകൾ മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ അന്ന് ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ അവർ കൂടുതൽ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത രേഖകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അതായത് ഫിനാൻഷ്യൽ ചീറ്റിങ് പിന്നീട് കിട്ടിയ രേഖകളും എല്ലാം കൊടുത്തതിൽ നിന്ന് അവർ കൂടുതൽ അതിൻ്റെ ബേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്നും അവർ പല സ്ഥലത്തും ഇന്നലെ രാത്രി 12 മണിക്കാണ് അവർ ഇത് നമ്മുടെ മൊഴിയെടുത്തിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അമ്മയുടെ മൊഴിയെടുത്തു, അതിനുശേഷം തിരിച്ചു വന്നു. പല സ്ഥലത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മറ്റ് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, സുഗാന്തിൻ്റെ തെളിവെന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അതായത് നമ്മൾ ഹാജരാക്കിയ ചില പേപ്പറുകളൊക്കെയാണ്. അതിൽ നിന്നും അതിൽ പ്രകാരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.